അപ്പോൾ ലാൽ സാറിനെ കണ്ടിട്ട് കഥ പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽ സാർ ഭയങ്കര ഇമ്പ്രസ് ആയി. അതായത് പുള്ളി ഇന്ന് വരെ കേട്ടതിൽ ഏറ്റവും ഗംഭീര കഥ. അപ്പോൾ പുള്ളി പറഞ്ഞ് കൊള്ളാം മോനെ, കഥ നന്നായിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കയ്യിലുണ്ടോ? പുള്ളി അങ്ങനെ ചോദിച്ച സമയത്ത് നിങ്ങൾ പറയും, അയ്യോ ലാലേട്ടാ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല. ഓക്കെ മോനെ, എന്നാൽ മോൻ സ്ക്രിപ്റ്റ് ആയിട്ട് വാ. നിങ്ങൾ ശരിക്കും പവർ ആയില്ലേ? നേരെ വീട്ടിലേക്ക് പോയിട്ട് ഊണുമില്ല, ഉറക്കവുമില്ല, രാത്രിയുമില്ല, പകലെന്നില്ല, നിങ്ങൾ ആ ഒരു തിരക്കഥയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി തിരക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ലാൽ സാറിനെ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് പുള്ളി നാട്ടിലില്ല. പുള്ളി എമ്പുരാന്റെ ഷൂട്ടിങ്ങിന് പോയേക്കാണ്, വിദേശത്താണ് ഷെഡ്യൂൾ. ആ ഷെഡ്യൂൾ കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കാണാനും തിരക്കഥ കൊടുക്കാനും പറ്റത്തുള്ളൂ അല്ലേ? അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ലാൽ സാറിന്റെ അടുത്ത അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതെന്ന് കരുതുക. ഈ 6 മാസത്തിനിടയ്ക്ക് ലാൽ സാറിനോട് ഒരു മിനിമം ഒരു 25 പേരെങ്കിലും കഥ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ 20-25 കഥകളിൽ വെറും 3 കഥ നിങ്ങളെക്കാളും കൂടുതൽ ലാൽ സാറിനെ ആ 3 കഥകളും ഇംപ്രസ് ചെയ്യിച്ചിട്ടുണ്ടെന്ന് കരുതുക. ഈ 3 ആൾക്കാരും അപ്പൊ തന്നെ കഥ പറഞ്ഞിട്ട് സ്ക്രീൻ പ്ലേയും കൊടുത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡേറ്റ് കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണല്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ സ്ക്രീൻ പ്ലേ കൊടുക്കാൻ 3 മാസം ലേറ്റ് ആയ സമയത്ത് നിങ്ങളുടെ സിനിമ നടക്കാനുള്ള സാധ്യത വീണ്ടും 3 വർഷം ലേറ്റ് ആയിരിക്കുകയാണ്.